ഏയ്, ആര് കണ്ടുപിടിക്കാൻ? അവിടെ ആർക്കും എന്നെ ഒരു സംശയമില്ല, ഒരു പുൽനാമ്പിന് പോലും. പിന്നെ നിന്റെ ജോലി പൂർത്തിയാവാൻ പോകുന്നു പറഞ്ഞതോ? അത് കുഞ്ഞിന്റെ അച്ഛൻ അവനല്ല, അത് തെളിയിക്കാൻ DNA ടെസ്റ്റ് നടത്തണമെന്ന് അരവിന്ദ് ആവശ്യപ്പെട്ടു. ഞാൻ ഒട്ടും ഭയക്കാതെ DNA ടെസ്റ്റിനായി അവനുമായി ഹോസ്പിറ്റലിലേക്ക് പോയി. DNA ടെസ്റ്റിന്റെ റിസൾട്ട് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞപ്പോ അവനാകെ തകർന്നു. പിന്നെ അവൻ ചുവട് മാറ്റി. അവന്റെ ജീവിതം തകർക്കരുത്, പകരം 10 കോടി രൂപ തരാമെന്ന്. ഞാൻ സമ്മതിച്ചു. ചെക്കായിട്ട് വേണ്ട, പണമായിട്ട് മതിയെന്ന് പറഞ്ഞപ്പോ അവൻ അതിനും തയ്യാർ. അതുകൊണ്ടാ മാഡം ഞാൻ ഗെയിം ഓവർ എന്ന് പറഞ്ഞത്. ഗെയിം ഓവർ അല്ല ഭദ്ര, ശരിക്കും ഗെയിം ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. ആ DNA റിസൾട്ട് എങ്ങനെ പോസിറ്റീവായെന്ന് നിനക്കറിയാലോ? അറിയാം മാഡം. അരവിന്ദ് 10 കോടി രൂപ തരാമെന്ന് സമ്മതിച്ചല്ലോ. ഇനി പണം വാങ്ങി അവസാനിപ്പിച്ചൂടെ? പിടിക്കും. എന്തിനാ മാഡം ഇത്? 15 കോടിയുടെ ചെക്കാണല്ലോ, അതും എന്റെ പേരില്. അരവിന്ദിന്റെ 10 കോടി രൂപ വാങ്ങാതിരിക്കാനാണോ? ഹേ അല്ല, അരവിന്ദ് തരുന്ന 10 കോടി രൂപ വാങ്ങിക്കും. അതും ഇതും നിനക്കുള്ളതാ. 25 കോടി രൂപയോ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. അരവിന്ദിനോട് എവിടെ വെച്ച ക്യാഷ് കൈമാറേണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞു മാഡം, ചിന്നൂസ് റെസ്റ്റോറന്റ്. അവിടെ വേണം പണവുമായി എത്താനെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ വരും. ഗുഡ്. അരവിന്ദ് കോഫി ഷോപ്പിൽ വെച്ച് 10 കോടി രൂപ കൈമാറുമ്പോ എന്റെ ആളുണ്ടാവും അവിടെ. അയാൾ ആ ദൃശ്യം വീഡിയോയിൽ പകർത്തിയിരിക്കും. പിന്നെ വൈകില്ല, എല്ലാ ചാനലുകളിലും ഫ്ലാഷ് ന്യൂസ് വന്നുകൊണ്ടേയിരിക്കും. ഒപ്പം തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ ഇളയ മകൻ അരവിന്ദ് തന്റെ ജാരസന്തതിയെ പണം കൊടുത്ത് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളും. അതോടെ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ കുടുംബമാനം കാറ്റിൽ പറക്കും. പ്രിയങ്ക വർമ്മ. പ്രിയങ്കയുടെ വിസിറ്റിംഗ് കാർഡ്. ഞാൻ ഈ കാര്യം പറയുന്നതിന് മുമ്പ് വല്യുഞ്ഞ് എനിക്കൊരു സത്യം ചെയ്തു തരണം. സത്യം? എന്ത് സത്യം? എനിക്ക് സത്യം ചെയ്തു തരണം വല്യുഞ്ഞ്. എന്താ കല്യാണി നീ എന്നോട് സത്യം ചെയ്തു തരണമെന്നൊക്കെ പറയുന്നത്? നിനക്കെന്നെ വിശ്വാസമില്ലേ? വല്യുഞ്ഞിന് വിശ്വാസമില്ലെന്നോ? വല്യുഞ്ഞിന് വിശ്വാസമില്ലെങ്കിൽ ഈ ലോകത്ത് പിന്നെ കല്യാണിക്ക് ആരെയാ വിശ്വാസം? ഈ ശരീരത്തിൽ എന്നും ജീവൻ നിലനിൽക്കുന്നത് തന്നെ വല്യുഞ്ഞിനോടും വല്യുഞ്ഞിന്റെ വാക്കിനോടുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാ. പിന്നെ എന്തിനാ സത്യം ചെയ്തു തരണമെന്നൊക്കെ പറയുന്നത്? നമ്മൾ തമ്മിൽ അതിന്റെ ആവശ്യമുണ്ടോ? നീ കാര്യം പറയൂ. എന്താ അമ്മ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, മാഡം ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്താ ദാസേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? അതൊന്നും അല്ല വല്യുഞ്ഞെ. പിന്നെ എന്താ നിനക്ക് പറയാനുള്ളത്? പറയ്. എനിക്ക് പറയാനുള്ളത് അനിയകുഞ്ഞിനെ കുറിച്ചാ. അരവിന്ദിനെ കുറിച്ചോ? അതെ വല്യുഞ്ഞെ. എന്റെ വണ്ടി ബ്ലോക്ക് ചെയ്യാൻ മാത്രം നീ വളർന്നോ? അയ്യോ ആന്റിയെ ഞാൻ ബ്ലോക്ക് ചെയ്തൊന്നുമല്ല.
ഒരു കാര്യം പറഞ്ഞിട്ട് പോവാന്ന് കരുതി. അല്ലാതെ ആന്റി ബ്ലോക്ക് ചെയ്യാനൊക്കെ ഞാൻ വളർന്നോ? ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് ആന്റിയുടെ BP കൂടാതെ നോക്കണം. ഏയ് ആന്റി നിക്ക, ഞാൻ പറയുന്ന ഒന്ന് കേട്ടിട്ട് പോ. മലേഷ്യയിൽ നിന്ന് വന്നതാണെന്നും പറഞ്ഞ് തൃച്ചംബരത്ത് ഒരു പെൺകുട്ടി താമസിക്കുന്നില്ലേ? അവൾ ആരാണെന്നറിയോ? തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി ആന്റിക്ക്. അത് അരവിന്ദിന്റെ ഫ്രണ്ടാ, ക്ലാസ്മേറ്റ്. അതേ അഖിലാന്റിക്ക് അറിയൂ. എന്നാ അതൊന്നും അല്ലാതെ അവളും അരവിന്ദും തമ്മിലൊരു ബന്ധമുണ്ട്. വഴിവിട്ട ആ ബന്ധത്തിന് തെളിവായിട്ട് അവളുടെ കയ്യിലൊരു കുഞ്ഞുണ്ട്. എടീ, ആരോടാ സംസാരിക്കുന്നെന്ന് സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. ഇപ്പം നീ പറഞ്ഞതിന് നിന്റെ കരണം പുകയ്ക്കാതെ ഒന്നും മിണ്ടാതെ കേട്ടു നിന്നത് ഇതൊരു പബ്ലിക് പ്ലേസ് ആയതുകൊണ്ടാ. ആന്റി ദേഷ്യപ്പെടുന്നതിന് ഞാൻ കുറ്റം പറയില്ല. പക്ഷേ ആന്റിയുടെ ഇളയ മകൻ അരവിന്ദ് നന്ദനെ പോലെ സുന്ദരിയായ ഒരു ഭാര്യയെ ബാംഗ്ലൂരിലോട്ട് അയച്ചിട്ട് പഴയ കാമുകിയെ കുഞ്ഞിനോടൊപ്പം കൂട്ടിക്കൊണ്ടുവന്ന് കൂത്താടുന്നില്ലേ? അത് തെറ്റ്. വെറും തെറ്റല്ല, പൊറുക്കാനാകാത്ത വിധം തെറ്റ്. നിർത്ത്. നാക്കിന് എല്ലില്ലെന്ന് കരുതി എന്തും പറയാന്ന് കരുതിയോ? ഇനി ഒരു വാക്കും മിണ്ടിയ ഇത് പബ്ലിക് പ്ലേസ് ആണെന്ന് കൂടി ഞാൻ കരുതില്ല. ആന്റി, ഇത് ഞാൻ ആന്റിയുടെ ടെൻഷൻ കൂട്ടാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് ബോധ്യമുള്ള സത്യം പറഞ്ഞതാ. അരവിന്ദേ, നീ വിളിച്ചപ്പോ സംഗതി ഇത്ര സീരിയസ് നീ അറിഞ്ഞില്ല. സുബർണ, ഇത് പ്രിയങ്ക കളിക്കുന്ന കളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. എടാ, അപ്പൊ DNA റിപ്പോർട്ടോ? ആ കുഞ്ഞോ? എനിക്കൊന്നും അറിയില്ല സുബർണ. ഈ ജീവിതം അവസാനിപ്പിക്കാന്ന് വെച്ചപ്പോ കല്യാണി വന്ന് അത് മുടക്കും ചെയ്തു. എടാ, ഒരു പ്രശ്നം വന്ന ആത്മഹത്യയാണോ അതിന്റെ പരിഹാരം? പിന്നെ എന്തിനാടാ ഞാൻ നിന്റെ ബ്രോയൊക്കെ ഇവിടെ ഉള്ളത്? നീ പറയുന്ന പോലെ ആ ഭദ്ര ഇറക്കി പ്രിയങ്ക കളിക്കുന്നതാവാനാ സാധ്യത. പ്രിയങ്കയാണ് ഇതിന്റെ പിന്നിലെങ്കിൽ ഭയക്കണം. ആദ്യ ശ്രമം പാളിയ സ്ഥിതിക്ക് അവൾ അടങ്ങിയിരിക്കില്ല. സുബർണ, ഇനി അവൾ ഈ തൃച്ചംബരത്തെ മാനം കെടുത്താൻ മീഡിയക്കാരുടെ സഹായം തേടുമെന്ന് എന്റെ പേടി. അയ്യോ, പ്രശ്നമാവോ? പണവും പ്രതാപവും അല്ല ഒരു പെണ്ണിന് ആത്മാഭിമാനം നൽകുന്നത്. താൻ ഈ മനുഷ്യകുലത്തിന്റെ മാതാവാണെന്നുള്ള ബോധം. അവളിലെ അമ്മയും പെൺമയുമാ. ഞാൻ പ്രസവിച്ച ഈ മകൻ ഒരു ശരാശരി പെൺകുട്ടിയുടെ അന്തസ്സ് നശിപ്പിച്ചു. എന്നിട്ട് അവളെ രഹസ്യമായി ഈ വീട്ടിലേക്ക് വിളിച്ചു കയറ്റി നമ്മളെല്ലാവരെയും വിട്ടുകളാക്കിയിരിക്കുക. എനിക്കിനി ഇവനെ എന്റെ മുന്നിൽ കാണാൻ പാടില്ല. പോകാൻ പറ ഇവനോട്, ഇവിടുന്ന് പോകാൻ പറ. ഗംഭീരം പ്രിയങ്കേ. ഇത്രയേറെ സന്തോഷവതിയായ പ്രിയങ്ക വർമ്മയെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടേയില്ല. ലക്ഷ്യം തെറ്റിപ്പാഞ്ഞ ആയുധത്തെ തിരികെ പിടിച്ച് ലക്ഷ്യം ഭേദിച്ച യോദ്ധാവിന്റെ ആത്മനിർവൃതിയുണ്ട് നിന്റെ മുഖത്ത്. എപ്പോഴും പറയാറുള്ള ക്ഷത്രിയ രക്തത്തിന്റെ അതേ വീറ്. അതെ ശ്രേയേട്ടാ, ആഞ്ഞു കൊത്തിയതിനു ശേഷം അടി തെറ്റി വീണ ശത്രുവിന്റെ മുമ്പിൽ പിന്നെയും പത്തി വിടർത്തി ആടുന്ന ചില നാഗങ്ങളുണ്ട് നാട്ടിൽ. ഭദ്രൻ. യെസ് മാഡം. കുഞ്ഞുറങ്ങിയോ? ഉറങ്ങി മാഡം. സെർവന്റ് അവിടെയുണ്ട്. ഗുഡ്. ഇന്ന് രാവുറങ്ങും. പക്ഷേ തൃച്ചംബരത്തെ ആരും ഉറങ്ങില്ല. തൃച്ചംബരത്തിന്ന് കാളരാത്രിയായിരിക്കും. നീ അവർക്ക് സമ്മാനിച്ച ഈ അശാന്തിയുടെ പാതിരാത്രി അത്രയ്ക്കും ഭീകരോ? അതെ പ്രിയങ്ക, ഗംഗയെ ഒന്ന് വിളിച്ച് അവിടെ പുതിയ നാടകങ്ങൾ വല്ലോ അരങ്ങേറിയോ എന്ന് ഒന്ന് തിരക്കിയാലോ? തൃച്ചംബരത്തെ പുൽക്കൊടി തുമ്പുകളുടെ പോലും ചലനം വരെ ഈ പ്രിയങ്ക അറിയുന്നുണ്ട് ശ്രീയേട്ടാ. കൃഷ്ണേട്ടാ, എന്താ ഇത്? കൃഷ്ണേട്ടനത് എന്തിനുള്ള പുറപ്പാടാ? അവൾ ആ ഭദ്ര, അവൾ ജീവനോടുണ്ടെങ്കിലല്ലേ നിനക്ക് നന്ദനോട് മറുപടി പറയേണ്ട ആവശ്യം വരുന്നുള്ളൂ. മാറ്.
മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ചു തുടങ്ങിയ നിനക്ക് സമാധാനം തരാൻ ഇതല്ലാതെ എന്റെ കയ്യിൽ മറ്റൊരു മാർഗമില്ല. മാറ്. ഒരു നിമിഷം മുമ്പ് എന്നെ ഉപദേശിച്ച കൃഷ്ണേട്ടന് എന്ത് പറ്റി? ഭ്രാന്ത്. പരസ്പര സ്നേഹവും സമാധാനവും ഉണ്ടായിരുന്നു എന്റെ കുടുംബം തകർന്നു പോകാതിരിക്കാൻ ഞാൻ സൃഷ്ടിച്ചെടുത്ത ഭ്രാന്ത്. കൃഷ്ണേട്ട വേണ്ട, അബദ്ധം കാണിക്കരുത്. എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കരുത്. ഭദ്രെ കൊല്ലുന്നുണ്ട്, ഈ പ്രശ്നം അവസാനിക്കില്ല. അവസാനിപ്പിച്ച് ഞാൻ കാണിച്ചു തരാം നിനക്ക്. മാറിക്കാൻ കൂടെ മാറാ. കൃഷ്ണേട്ട അച്ഛാ, അച്ഛാ, അച്ഛനിത് എങ്ങോട്ടാ? ഈ തോക്കും പിടിച്ചോണ്ട് ഭദ്രയെ കാണാനാണ് ഇറങ്ങി തിരിച്ചെങ്കിൽ അത് വേണ്ട. അവളെ കാണാൻ പോയിട്ട് മടങ്ങി വന്നതാ ഞാൻ. അവള് തൃച്ചംബരത്തില്ല. ഞാനിപ്പോ ഈ പത്രസമ്മേളനം നടത്തുന്നത് എനിക്ക് എന്റെ ഈ കുഞ്ഞിന് നീതി കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾക്കും കുഞ്ഞിനും എന്ത് നീതി ലഭിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്? ഈ കുഞ്ഞിന്റെ പിതൃത്വം അംഗീകരിക്കപ്പെടണം. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ രക്തത്തിൽ പിറന്നതാണ് ഈ കുഞ്ഞ്. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ രണ്ടാമത്തെ മകൻ അരവിന്ദാണ് എന്റെ കുട്ടിയുടെ അച്ഛൻ. എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് അരവിന്ദ് എന്നെ ചതിക്കുകയായിരുന്നു. ഞാൻ ഗർഭിണിയായപ്പോ അരവിന്ദ് എന്നെ തള്ളി പറഞ്ഞു. ഈ കുഞ്ഞിന്റെ പിതൃത്വം നിഷേധിച്ചു. എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇപ്പൊ എന്റെയും എന്റെ കുഞ്ഞിന്റെയും ജീവൻ അപകടത്തിലാണ്. നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുന്നത് സമൂഹത്തിലെ ഉന്നത സ്ഥാനിയും ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉടമയും അതിലുപരി സരോവർ പുരസ്കാര ജേതാവുമായ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി മാഡത്തോടെന്നുള്ള കാര്യം മറക്കരുത്. ഞാൻ ആരോപണം ഉന്നയിക്കുന്നതല്ല സർ, ഞാൻ സത്യ പറയുന്നത്. സത്യത്തിന് സ്ഥാനമാനങ്ങളെ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ. അതുകൊണ്ട് അതിനുള്ള തെളിവുകളും എന്റെ പക്കലുണ്ട്. അരവിന്ദ്, ആ ഫോട്ടോസ് വരെ കാണിക്കുക. ഒരു മാസം മുമ്പായിരുന്നു ഈ കുഞ്ഞിന്റെ ബർത്ത്ഡേ. അന്നെടുത്ത് ആരോ ഫേസ്ബുക്കിലിട്ട ഫോട്ടോസ് ആയത്. ഇത് നിങ്ങളുടെ കുട്ടിയാണെങ്കിൽ ഈ സ്ത്രീയുടെ കയ്യിൽ എങ്ങനെ വന്നു? ഒരാഴ്ച മുമ്പ് ഇവൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. മലേഷ്യയിൽ നിന്ന് വന്നതാണ്. അവളുടെ കുഞ്ഞ് 2 ദിവസം മുന്നേ മരിച്ചുപോയി. ആദ്യമായി പേരക്കുഞ്ഞിനെ കാണാനിരുന്ന ഇവളുടെ അച്ഛനെയും അമ്മയും കുഞ്ഞിനെ ഒന്ന് കാണിച്ചിട്ട് 2 ദിവസത്തിനകം തിരിച്ചു തരാന്ന് ഇവൾ ഞങ്ങളോട് പറഞ്ഞു. അതിന്റെ പ്രതിഫലമായി കുറച്ച് പണവും ഞങ്ങൾക്ക് തന്നു. പൂർവികർ ചെയ്ത പുണ്യമുണ്ട നിന്നെ പോലൊരു മകൻ എന്റെ ഈ വയറ്റിൽ വന്ന് പിറന്നത്. പെറ്റ മനസ്സ് മനസ്സിലാക്കുന്ന മക്കളെ കിട്ടുന്നത് പൂർവ്വജന്മ സുഹൃതവാ. എനിക്ക് കിട്ടിയ വരമാ മോനെ നീ. തറവാട്ടിലേക്ക് വന്നു കയറിയ കൂടപ്പിറപ്പിന്റെ ഭാര്യയുടെ കണ്ണു നിറയാതിരിക്കാൻ മുഴുവൻ സമ്പാദ്യവും പദവിയും വിട്ടുകൊടുക്കാൻ തയ്യാറായവനാ നീ. ഇപ്പോ കൈവിട്ടുപോയ അവന്റെ ജീവിതം തിരികെ കൊടുത്തിരിക്കുന്നു. കാട്ടുതീയെ പോലെ വരുന്ന വലിയ വലിയ പ്രശ്നങ്ങളെപ്പോലും നിസ്സാരമായി ഊതിക്കെടുത്താൻ ശേഷിയുള്ള നീ ഇവിടെ ഉള്ളപ്പോ തൃച്ചംബരത്തെ അപമാനിക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. ഈ അമ്മയ്ക്കത് വിശ്വാസമുണ്ട്. ചെറുപ്പക്കാരിൽ പലരും അങ്ങനെയൊക്കെ കാണിച്ചു വന്നിരിക്കും. പിന്നീട് വഞ്ചിച്ചൊന്നും വരും. നൊന്ത് പെറ്റ കുഞ്ഞിനെ തോളിലേറ്റി പിതൃത്വം തെളിയിക്കാൻ ഇറങ്ങിത്തിരിച്ച ആ പെൺകുട്ടിയെ കണ്ടപ്പോ ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം ഒരച്ഛനായ ഞാനും ചിന്തിച്ചുപോയി, ഇങ്ങനൊരവസ്ഥ എന്റെ മോൾക്കും വരുമെന്ന്. ഇത് മോശമായിട്ട് അച്ഛനിപ്പോ സംസാരിച്ചത്. ഇങ്ങനെയൊക്കെയാണോ
എന്റെ അച്ഛൻ ചിന്തിക്കുന്നത്? ഞാനും വലിയ കുഞ്ഞും തമ്മിൽ ഒരുപക്ഷെ ഇഷ്ടത്തിലായിരിക്കാം എന്ന് വെച്ച് മനസ്സുകൊണ്ടൊരു ചെറിയ തെറ്റുപോലും ഞാൻ ചെയ്തിട്ടില്ല. ഒരു വാക്കുകൊണ്ട് പോലും വലിയ കുഞ്ഞും ചെയ്തിട്ടില്ല. അച്ഛൻ ഇങ്ങനെ തരം താഴരുത്. അച്ഛന്റെ മകളാണെന്ന് കരുതി എന്തും പറയാന്ന് കരുതരുത്. അച്ഛൻ കരുതുന്ന പോലത്തെ ഒരു പെണ്ണല്ല ഞാൻ. വലിയ കുഞ്ഞ് അതുപോലത്തെ ഒരു പുരുഷനുമല്ല. നിന്നെപ്പോലൊരു പീറപ്പെണ്ണ് എനിക്കെതിരാളിയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടാൽ ഞാൻ ലജ്ജിച്ച് തല കുനിച്ച് നടക്കേണ്ടി വരും. അതോർത്ത് നിന്നെ ഞാൻ വീണ്ടും വെറുതെ വിടുക. ഇനി നിന്റെ നിഴൽ പോലും എന്റെ കണ്ണിൽ പെട്ടേക്കരുത്. ആന്റി, കല്യാണ മണ്ഡപത്തിൽ വെച്ച് താലികെട്ട് മുടങ്ങി അപഹാസ്യായി എഴുന്നേൽക്കുന്നത് മരണത്തിന് തുല്യം തന്നെയാണ്. പക്ഷേ അത് പെണ്ണിന് മാത്രമല്ല, ആണിനും അതേ വികാരം തന്നെയാവും. കല്യാണം നടക്കണമെങ്കിൽ അതിന് മുൻജന്മ സുഹൃതം ചെയ്തിരിക്കണമെന്ന് പറഞ്ഞല്ലോ. എന്താ, തൃച്ചംബരത്ത് അഖിലാണ്ടീശ്വരിയുടെ വയറ്റിൽ പിറന്ന ആദ്യപുത്രൻ ആനന്ദകൃഷ്ണൻ അത് ബാധകമല്ലേ? ആന്റി, ആദ്യം സ്വന്തം വയറ്റിൽ പിറന്ന ആനന്ദകൃഷ്ണന്റെ കല്യാണം നടത്തി കാണിക്കാം. എന്നിട്ടാകാം എതിരാളികളുടെ താലികെട്ട് മുടങ്ങിയതിനെ കുറിച്ചുള്ള ഈ ആശങ്ക. കുറ്റബോധമുണ്ട് അരവിന്ദ്. എന്റെ ഭാഗത്തുനിന്നൊരു തെറ്റ് സംഭവിച്ചു. എന്ത് തെറ്റ്? അത് കമ്പനി ഭാഗം വെക്കണമെന്ന് ഞാൻ പറയരുതായിരുന്നു. എടോ, ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, അത് വിട്ടേക്കൂ. ഇനി അതിനെ കുറിച്ച് ആലോചിക്കണ്ട. എന്നാലും ഒരു വിഷമം. എന്റെ ഭർത്താവിന്റെ അഭിമാനത്തെ പ്രതിയാണ് ഞാനത് പറഞ്ഞെങ്കിലും അത് വേണ്ടായിരുന്നു എന്ന് തോന്നി. ആ, അത് പോട്ടെ. അല്ല, എനിക്കൊരു കാര്യം അരവിന്ദിനോട് പറയാനുണ്ട്. ഈ വിവാഹം കഴിച്ചു കഴിഞ്ഞാലേ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ യാതൊരു രഹസ്യവും മറച്ചു വെക്കാൻ പാടില്ല. ദൈവമേ, ആ ഭദ്രയുടെ കാര്യങ്ങൾ അറിഞ്ഞെന്നാ തോന്നുന്നത്. എന്താ ചെയ്യാ? ഭർത്താവ് ഭാര്യയിൽ നിന്ന് പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ച അത് ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. ഈശ്വര, ഇവിടെ അറിഞ്ഞോ? മതി. മൊബൈല് ഞാൻ മറന്നു വെച്ചായിരുന്നു. ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും തീരില്ല. കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ പറ്റാത്തവർക്ക് എന്നും ഉത്തരവാദിത്തങ്ങളായി. അത് മാത്രമല്ല കൃഷ്ണേട്ടാ, എനിക്ക് ആകെ ഒരു ടെൻഷൻ. ഇപ്പൊ പുതിയ നിയമം വരിക, പ്രായപൂർത്തിയായ സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാൻ മാതാപിതാക്കളുടെ പെർമിഷൻ വേണ്ടത്രേ. അത് നിയമം. പക്ഷേ ആനന്ദ് എന്റെ അഖിലയുടെ മകനാണ്. മനുഷ്യപക്ഷത്തു നിന്ന് മാത്രമേ അവൻ ചിന്തിക്കൂ. അത് കൃഷ്ണേട്ടനേക്കാളും എനിക്കറിയാം. അവന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഉത്കണ്ഠയില്ല. മാത്രമല്ല കൃഷ്ണേട്ട, നമുക്കൊരു വിശ്രമമൊക്കെ വേണ്ടേ? ഈ ബിസിനസിന്റെ തിരക്കിൽ നിന്നൊക്കെ മാറി ഒന്ന് സ്വസ്ഥമാവണം.
കല്യാണി ഇളയച്ചൻ അറിയുകയും ചെയ്തു, സമ്മതിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. സ്വാമിജി പറഞ്ഞതുപോലെ ഫലിച്ചില്ലേ? പിന്നെ നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? ആ സ്വാമി പറഞ്ഞ മൂന്നാമതൊരാൾ സഹദേവ സാർ അല്ല വലിയുഞ്ഞെ. നീയും നിന്റെ ഒരു സ്വാമിയും. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാ വലിയുഞ്ഞെ പറയണേ? ദേ, സ്വാമിയെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. സ്വാമി പറഞ്ഞ ഫലം ഉറപ്പാ. കല്യാണി, പറയുന്നതിനൊക്കെ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ? മൂന്നാമതൊരാൾ അറിയുമെന്ന്. എനിക്ക് നിനക്ക് മാത്രമാണോ ഈ കല്യാണക്കാരി അറിയാവുന്നത്? അച്ഛനറിയാം, അരവിന്ദിനറിയാം, സുബ്രുവിനറിയാം, അനിയൻകുട്ടനറിയാം, ഇപ്പൊ ദേ ഇളയച്ചനും അറിയാം. ഇനി ആരാ മൂന്നാമതൊരാള്? ഹായ്, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ അങ്കിൾ. ഇതുപോലെ ഒരു വിളക്കൂടെ തന്നിരുന്നു. ഞാൻ ആലോചിച്ചപ്പോ തൃച്ചംബരത്ത് വിളക്കായി വന്നു കയറിയ മരുമക്കളുടെ കയ്യിലാണ് ഇതിരിക്കേണ്ടതെന്ന് തോന്നി. അതാണ് ഇത് ഉടനെ തന്നെ നന്ദനയുടെ കയ്യിൽ തന്നെ കൊണ്ടേപ്പിച്ചത്. താങ്ക്സ് അങ്കിൾ. ഈ ഗിഫ്റ്റിന് മാത്രമല്ല, അങ്കിൾ ഇപ്പൊ പറഞ്ഞ ഈ നല്ല വാക്കിനും താങ്ക്സ് ഉണ്ട്. അല്ല, അപ്പൊ ആ മറ്റേ വിളക്കോ, അതെവിടെ? അതെന്ത് ചോദ്യമോ മോളെ? അത് തൃച്ചംബരത്തെ മൂത്ത മരുമകൾക്ക് കൊടുക്കേണ്ടതല്ലേ? അത് അവൾക്ക് കൊടുക്കും ഇന്ന് തന്നെ. നിങ്ങൾ രണ്ടാളും കൂടെ വേണം തൃച്ചംബരത്തിനെ വെളിച്ചത്തിന്റെ ഒരു മഹാസ്മാരകമായി മാറ്റാൻ. ഓക്കെ? രണ്ടിലൊരു വിളക്ക് മൂത്ത മരുമകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ അങ്കിൾ അത് ഗംഗയ്ക്ക് കൊടുത്തില്ല. അത് ഇവിടെ ഇരിക്കുന്നു. അതെങ്ങനെ? മേഡം ആണോ? ഇരിക്കും മേഡം. കല്യാണി എവിടെ അനിയൻകുട്ടാ? ചേച്ചി തുണി കഴുവാ, ഇപ്പൊ വരും. അല്ല, മാഡം എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഈ തെളിഞ്ഞു നിൽക്കുന്ന ദീപങ്ങൾ സാക്ഷിയാക്കി സത്യം പറയും. നീയും ആനന്ദും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഈ നാവിൽ നിന്ന് അറിയണോ എനിക്ക്? സത്യം പറയും. സത്യം പറ കല്യാണി. ഞാൻ വല്യൂഞ്ഞ് താലി കെട്ടിയ പെണ്ണാ. വല്യൂഞ്ഞെ. എന്തുപറ്റി കല്യാണി? എന്താ നിന്റെ ശബ്ദത്തിനൊരു പതർച്ച? അത് വല്യൂഞ്ഞ് എന്റെ കഴുത്തിൽ താലി കെട്ടിയ കാര്യം നന്ദനമ്മയോട് അറിഞ്ഞു. എന്താ ഈ പറയുന്നത് കല്യാണി? നന്ദന എങ്ങനെ അറിഞ്ഞു? അത് ആ ഒറ്റ കാരണം കൊണ്ടാണ് നന്ദനോട് എനിക്കെല്ലാം തുറന്നു പറയേണ്ടി വന്നത്. അല്ലെങ്കിൽ ആ ലോക്കറ്റിലുള്ള നിങ്ങളുടെ ഫോട്ടോ എങ്ങനെ അമ്മ കണ്ടാലോ എന്ന് കരുതിയ. അതിന്റെ പേരില് നീ വിഷമിക്കൊന്നും വേണ്ട. നീ പറയുന്നതിന് മുമ്പേ നന്ദന വിവരം അറിഞ്ഞു കഴിഞ്ഞു. എന്താ ബ്രീ പറയുന്നേ? ഞാൻ പറയുന്നതിന് മുമ്പ് നന്ദന ഈ വിവരമെല്ലാം അറിഞ്ഞു. എങ്ങനെ? ആരാ പറഞ്ഞേ? അത് ഞാൻ തന്നെയാണ് കുഞ്ഞ് പറഞ്ഞത്. നന്ദനമ്മയുടെ സംശയം വെച്ച് എന്നോട് പലതും ചോദിച്ചു. ഞാനത് മറച്ചു വെക്കാൻ ശ്രമിച്ചപ്പോ കല്യാണി, നീ ഔട്ട് ഹൗസിലേക്ക് പൊയ്ക്കോ. തൽക്കാലം ഇവിടെ നിൽക്കണ്ട. അമ്മ ചിലപ്പോ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല.
ബ്രോ പറഞ്ഞാ ശരി കല്യാണി, തൽക്കാലം ഇപ്പൊ ഇവിടെ നിക്കണ്ട. അവിടെ പോയിരുന്നാ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ ഇവിടെ നിന്നോളാം. എന്തു വന്നാലും നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. നന്ദന വരുന്നുണ്ട്, വാ ചോദിക്കാം. നന്ദനെ, അതെ ഈ പരമ്പരാഗത മാലയുടെ പൂജയൊക്കെ കഴിഞ്ഞോ? അല്ല, അമ്മ എവിടെ? കണ്ടില്ലല്ലോ. നന്ദന മാഡത്തിന് എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. ഇക്കാര്യം മറച്ചു വെച്ചതിന് എനിക്ക് മാപ്പ് തരണം. മനഃപൂർവ്വമല്ല, പേടിച്ചിട്ടാ. നന്ദനെ, ഞങ്ങൾക്ക് പോലും എന്നോട് പറയാൻ ഭയമായിരുന്നു. അപ്പോ കല്യാണിയുടെ ഭയം ഓർക്കാവുന്നതല്ലേ ഉള്ളൂ. തൃച്ചംബരത്തെ ഇളയ മരുമകളാണ് നന്ദന. നന്ദനയുടെ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടാവണം. കല്യാണിയെ തൃച്ചംബരത്തെ മൂത്ത മരുമകളായി അംഗീകരിക്കണം. അത് ഞാൻ മാത്രം അംഗീകരിച്ചാൽ മതിയോ ആനന്ദ്? ആന്റിയും മംഗളും കൂടി അംഗീകരിക്കണ്ടേ? ഞാനും കല്യാണിയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അച്ഛൻ അറിയാം. അച്ഛൻ കല്യാണിയെ മൂത്ത മരുമകളായി അംഗീകരിച്ചു കഴിഞ്ഞു. നന്ദന, നീ കൂടി ഈ കാര്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരുമിച്ച് അമ്മോട് ഈ വിവരം പറയാം. അതെങ്ങനെ കഴിയും? ആന്റി തന്റെ മൂത്ത മരുമകളായി ഗംഗയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞതല്ലേ? എല്ലാവിധ അവകാശങ്ങളും ആനന്ദിനെ നോക്കാനുള്ള ചുമതല വരെ കൊടുത്ത് തൃച്ചംബരത്ത് താമസിപ്പിച്ചിരിക്കുക. പിന്നെ ആന്റി എങ്ങനെ സമ്മതിക്കും? ഗംഗ ആരാണെന്ന് സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയെന്നല്ല, നീയും അടിച്ച് പുറത്താക്കും അവളെ. അതേ നന്ദന, ഗംഗ പ്രിയങ്കയുടെ അനുജത്തിയ.